ഞാൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം ഭൂഗോളം തിരിയുന്നു. അത് അച്ചുതണ്ട് എന്ന പേരിൽ ഞാനിത് നാടകം തന്നെയാണ്. അച്ചുതണ്ട് എന്നുള്ള ആ പേരിന് തന്നെയാണ് ഭൂഗോളം തിരിയുന്നുള്ള പേര് ഉണ്ടായത്. മറ്റൊരു നിർമ്മാതാവിന് വേണ്ടി ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് തിരുവോണം. അത് കെ.പി. മോഹൻ എന്ന് പറഞ്ഞ എറണാകുളം സ്വദേശിയായ കെ.പി. മോഹൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് പടമെടുക്കണം. എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഭൂഗോളം തിരിഞ്ഞ് കണ്ടു, ചന്ദ്രകാന്തം കണ്ടു, എനിക്ക് അതുപോലെ സിനിമ എടുക്കണം എന്നാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ എൻ്റെ ഈ തിരുവോണത്തിൻ്റെ കഥ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തിരുവോണത്തിൻ്റെ കഥ പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. തിരുവോണത്തിൻ്റെ ഒരു തിരുവോണം എന്നുള്ള സിനിമയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മലയാള സിനിമയെന്ന് മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ പ്രേംനസീറും കമലഹാസനും ഒരുമിച്ച് അഭിനയിച്ച വലിയ സിനിമയാണ്. ഞാനങ്ങനെ ആദ്യത്തെ പടം എം എസ് സുശാന് കൊടുത്തു, രണ്ടാമത്തെ പടം സ്വാമിക്ക് കൊടുത്തു, മൂന്നാമത്തെ പടം അർജുനന് കൊടുത്തു. അപ്പോൾ അർജുനനാണ് സംഗീത സംവിധായകൻ. എല്ലാവർക്കും അറിയാം. ഇപ്പം തിരുവോണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ഒരു തിരുവോണം വരുമ്പോൾ മലയാളികൾ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ് തിരുവോണപ്പൊലിലും തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുവറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി എന്നുള്ള പാട്ട്. പിന്നെ തിരുവോണം എന്ന വാക്കിൽ തുടങ്ങുന്ന ആദ്യത്തെ പാട്ടും അതാണ്. പൊന്നോണം ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ തിരുവോണം എന്ന വാക്കിൽ മലയാളത്തിൽ പാട്ട് തുടങ്ങുന്നത് തിരുവോണപ്പൊലിയാണ്. വാണിയമ്മ മലയാളത്തിൽ പാടിയ രണ്ടാമത്തെ ഗാനമാണത്. തമ്പിസാർ ഒരു വേദിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് പോലും അദ്ദേഹം എഴുതിയ ഒരു ഓണപ്പാട്ട് കേൾക്കാതെ ഒരു ഓണവും കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു FM-ലാണെങ്കിലും അതല്ല റേഡിയോ ARലാണെങ്കിലും ഏതെങ്കിലും പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ടോ അതല്ലെങ്കിൽ ഉത്രാട പൂനിലാവേ എന്നുള്ള പാട്ടോ, പ്രത്യേകിച്ച് തിരുവോണപ്പുലരിതൻ, അതും ഇല്ലാത്തൊരു ഓണം നമുക്ക് ഒരു മലയാളികൾക്കും അതില്ലാത്തൊരു ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. തമ്പിസാറിൻ്റെ തിരുവോണം എന്നുള്ള സിനിമയിൽ എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എന്നുള്ള ഗാനം MK അർജുനൻ മാഷും തമ്പിസാറും തമ്മിൽ അനേകം ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പ്രണയഗാനങ്ങൾ നിരവധിയുണ്ട്. അത് അത്തരത്തിലുള്ള ഒരു സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനം. എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി, ജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മധീരയാം പ്രാണേശ്വരി. എനിക്ക് എൻ്റെ പാട്ടുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് ആ ത്രിസന്ധിതൻ അനഘമുദ്രകൾ ആരോമലി നാം മറക്കുവതെങ്ങനെ, രാഗമാലിക അടിച്ചിരിക്കുന്ന അർജുനൻ. ആദ്യ സമാഗമ നിമിഷസ്പന്ദം ആത്മപ്രിയെ നാം മറക്കുവതെങ്ങനെ, പാടല പശ്ചിമ വ്യോമഹൃദന്തം പാടിവിടർത്തിയ താരകമല്ലിക, ആലിംഗന സുഖകഥ പറഞ്ഞൊഴുകും രാഗമേഘ തരംഗാവല്ലികൾ. ഇങ്ങനെ ഒരു വളരെ എനിക്ക് വളരെ സംതൃപ്തിയോടുകൂടി എഴുതിയൊരു പാട്ടാണ്. വളരെ നല്ല ബിംബങ്ങളുള്ള പാട്ടുകളാണ്. അത് യേശുദാസാണ് പാടിയത്. പക്ഷേ ആ പാട്ട് അതിൽ തന്നെയുള്ള എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി എന്നുള്ള പാട്ട് പോലെയോ അല്ലെങ്കിൽ തിരുവോണപ്പൊലി തൻ തിരുമക്കാഴ്ച എന്നുള്ള പാട്ട് പോലെയോ ഹിറ്റായില്ല. പക്ഷേ ഇപ്പോഴേ കാലക്രമത്തിൽ ഈ ആത്മസന്ധികൾ അനഘമുദ്രകൾ എന്നുള്ളത് ഇപ്പോൾ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല പല ഗാനമേളകളിലും ആ പാട്ട് പാടുന്നുണ്ട്. പടത്തിൻ്റെ ഒരു ദൗർഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തിരുവോണം എന്നുള്ള സിനിമ, അതുപോലെ എൻ്റെ ഭൂഗോളം എന്നുള്ള സിനിമ, ചന്ദ്രകാന്തം, അതുപോലെ പിന്നീട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ശശികുമാർ സംവിധാനം ചട്ടമ്പിക്കലാണ്. ഇതിൻ്റെ ഒക്കെ തന്നെ നെഗറ്റീവ് നഷ്ടപ്പെട്ടു, നെഗറ്റീവ് ചീറ്റായി. അപ്പോൾ ഈ തിരുവോണത്തിൻ്റെ ഒന്നും ഒരു ഷോട്ട് പോലും ഇല്ല, അതിന് നെഗറ്റീവ് നഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇല്ലാത്തതുകൊണ്ട് അത് ടെലിവിഷനിൽ കാണിക്കാനൊന്നും വൃത്തിയില്ല. അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവതെങ്ങിനെ, ത്രിസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവതെങ്ങിനെ.
സമാഗമ നിമിഷസ്പന്ദം ആത്മപ്രിയേ നാം മറക്കുവതെങ്ങിനെ ആത്രിസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവതെങ്ങിനെ